മറ്റുള്ള അധ്യാപകരിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. അവരെങ്ങനെയാണ് അധ്യാപിക എത്തിച്ചേർന്നിട്ടുണ്ട്. KSRTC ബസ് ഇപ്പോൾ മേപ്പാടിയിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇവരെങ്ങനെയാണ് ആ കുട്ടികളെ അന്ന് പരീക്ഷാ സമയത്ത് ചേർത്ത് പിടിച്ചത് എന്നുള്ളത് നമുക്ക് ടീച്ചറെ, എങ്ങനെയാണ് ആ കുട്ടികളെ പരീക്ഷാ സമയത്ത് ചേർത്ത് പിടിച്ചത്? പരീക്ഷയോളം എത്തിച്ച അധ്യാപകരാണ് നിങ്ങൾ. ആ ഒരു അനുഭവം പങ്കുവെക്കാം. അതിൽ അധ്യാപകരെല്ലാവരും മക്കളോട് മാതാപിതാക്കളോട് എന്ന പോലെയാണ് പെരുമാറിയത്. അതുപോലെ തന്നെ എല്ലാ ടീച്ചേഴ്സും പരമാവധി സ്കൂളിൻ്റെ അടുത്തൊക്കെ താങ്ങാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. അതുതന്നെയല്ല, ഫസ്റ്റ് ബസ്സിൽ തന്നെ എല്ലാവരും സ്കൂളിലേക്ക് എത്തിച്ചേരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹൈസ്കൂളിലെ അധ്യാപകർ, ഞാൻ UP സ്കൂളിലെ ടീച്ചറാണ്. പക്ഷേ എന്നിരുന്നാലും നന്നായിട്ട് അവർ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. എല്ലാ അധ്യാപകരും, ഓരോ ടീച്ചേഴ്സിനും 2-3 ടീച്ചേഴ്സ് എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് ഉണ്ടാവും. അപ്പോൾ രാവിലെ വരേണ്ടവർ, പഠിപ്പിക്കേണ്ടവർ രാവിലെ തന്നെ വരികയും അതുപോലെ തന്നെ വൈകുന്നേരം 8-9 കൂടിയാണ് കുട്ടികളോടൊപ്പം ഞങ്ങളും സ്കൂൾ വിട്ടു പോയിട്ടുള്ളത്. മാതാപിതാക്കളും നന്നായിട്ട് സഹകരിക്കുകയും ചെയ്തു. കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ, അവർക്ക് ആ സമയത്തൊക്കെ ഭയങ്കര മാനസികമായ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാലും അധ്യാപകരും കുട്ടികളും മാതാപിതാക്കളും ചേർന്നിട്ടുള്ളൊരു ടീം എഫേർട്ടായിരുന്നു ഈ 10ാം ക്ലാസ്സിലെ പരീക്ഷയ്ക്ക് നടന്നത്. എനിക്ക് തോന്നുന്നു അമ്മയും അച്ഛനും അടക്കം നഷ്ടപ്പെട്ട കുട്ടികൾ ആ കൂട്ടത്തിലുണ്ടായിരുന്നു. ആ കുട്ടികളെ എങ്ങനെയാണ് നിങ്ങൾ ഒരു കൗൺസിലിംഗ് ഒക്കെ നടത്തിയിരുന്നത്? കൗൺസിലിംഗ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ആ എക്സാമിൻ്റെ സമയത്ത് ഒരു കൗൺസിലിംഗ് കൊടുത്തപ്പോൾ അവർക്കത് പക്ഷേ പെട്ടെന്ന് ഷോക്കാവുകയാണ് ചെയ്തത്. ആ സമയത്ത് അത് കൊടുത്തപ്പോൾ അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിപ്പോയി. കാരണം വെച്ചാൽ പിന്നെ കുട്ടികൾ കുറച്ച് ദിവസം അതിലേക്ക് പോയി. പക്ഷേ ഇതിനെ അങ്ങനെ തന്നെ ഇനി ഭാവിയിലൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുട്ടികളെ അത് ചെകഞ്ഞ് പുറത്തെടുക്കുന്ന സമയത്ത് കുട്ടികൾ അതിലേക്ക് പോകുന്ന ഒരു പ്രവണതയാണ് കണ്ടത്. ആ സമയത്ത് അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ എന്നിരുന്നാലും പിന്നെ അത് തിരിച്ചു പിടിക്കാനുള്ള ശ്രമങ്ങൾ അധ്യാപകരെല്ലാം കൂട്ടായിട്ട് എഫേർട്ട് എടുത്തു. പിന്നെ അതിലേക്ക് പിന്നെ മടക്കി കൊണ്ടുവന്നു. ഞങ്ങളത് പറഞ്ഞ് റെഡിയാക്കി. കാരണം സമയമില്ലല്ലോ, നമുക്കും സംഘർഷമുണ്ട്, നമുക്കും ടെൻഷനുണ്ട്, എല്ലാവരും മാനസികമായ ബുദ്ധിമുട്ടിലായിരുന്നു. എന്നിരുന്നാലും ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമായിരിക്കാം കുഞ്ഞുങ്ങൾ അതിലേക്ക് പെട്ടെന്ന് മടങ്ങി വന്നു. ഒരു 6 മാസം കൊണ്ട് തന്നെ കുട്ടികളെ ആ ഒരു പരീക്ഷ ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചു അല്ലേ? വലിയൊരു അഭിമാനകരമായ നേട്ടമായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ആ സമയത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് പറയാം. വിദ്യാഭ്യാസ വകുപ്പ് അന്ന് തൊട്ട് ഇന്ന് വരെയും നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട്. സ്കൂളിന് വേണ്ടിയിട്ട് നമ്മളോട് എല്ലാ വിധത്തിലും സഹകരിച്ച് വിദ്യാഭ്യാസ വകുപ്പ്, നമുക്ക് വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് അദ്ദേഹം നേരിട്ട് ഉണ്ണിസാറിനെ വിളിച്ച് സംസാരിക്കുന്ന ഇതൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അത് നമുക്കൊരു ഭയങ്കര ഒരു പോസിറ്റീവ് എനർജിയാണ് ഞങ്ങൾക്ക്. ഡിപ്പാർട്ട്മെൻറ്റ് മുഴുവനും, DD ആണെങ്കിലും ഞങ്ങളോടൊപ്പം എപ്പോഴും മിക്കവാറും വരികയും ഞങ്ങളെ സന്ദർശിക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ തരികയും ഞങ്ങളെ ബൂസ്റ്റ് ചെയ്യുകയും ഞങ്ങളെപ്പോഴും ഒരു പോസിറ്റീവ് എനർജിയിൽ നിർത്താൻ സഹായിച്ചത് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ വകുപ്പ്. അതുപോലെ തന്നെ അധ്യാപകരെല്ലാം തന്നെ ഇന്നൊരു കുട്ടികളെ അനുസ്മരിക്കുന്ന ഒരു രീതിയിലേക്ക് പോവുകയാണ്. എന്നാൽ പോലും അവരോട് കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ച് നമുക്ക് പങ്കുവെക്കേണ്ടതുണ്ട്. അവരൊരു മാതൃകയായിരുന്നു എന്ന് വേണം പറയാൻ. ഇനി വരും കാലത്തുള്ള അധ്യാപകർക്ക് പോലും മാതൃകയാണവർ. കുട്ടികളെ ഇത്രയേറെ സ്നേഹിച്ച, കുട്ടികളെ അച്ഛനും അമ്മയേക്കാൾ അടുത്ത് ചേർത്ത് നിർത്തിക്കൊണ്ട് കുട്ടികളെ പരീക്ഷയിലേക്ക് കൊണ്ടുപോകുന്നു, ഉന്നത വിജയത്തിന് അവരെ പ്രാപ്തരാക്കുന്നു. സ്വന്തം കുടുംബം പോലും മറന്നുകൊണ്ട് അന്ന് ദുരന്ത ദിവസം മുതൽ മേപ്പാടി സ്കൂളിലെ അധ്യാപകരടക്കം വെള്ളാർമലയിലെ അധ്യാപകരെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയും ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഈ ഒരു അതിജീവനം സാധ്യമായിട്ടുള്ളത്. അതൊരു അത്ഭുതകരമായ അതിജീവനം തന്നെയായിരുന്നു. കാരണം കൂടെ പഠിക്കുന്ന കുട്ടികൾ, സുഹൃത്തുക്കൾ, സൗഹൃദങ്ങൾ ഒക്കെ 33 കുട്ടികളാണ് അന്ന് ആ ഒരു ദുരന്തം കൊണ്ടുപോയത്. കൊണ്ടുപോയ 33 കുട്ടികളെ രജിസ്റ്ററിൽ നിന്ന് ഒഴിവാക്കേണ്ടി വന്ന ഒരു അധ്യാപകൻ ഇതിനു മുന്നേ തന്നെ ഞങ്ങളോട് സംസാരിച്ചിരുന്നു. അന്ന് ഹൃദയം പൊട്ടിയാണ് ആ കുട്ടികളെ രജിസ്റ്ററിൽ നിന്നും ഒഴിവാക്കിയത് എന്ന് പറഞ്ഞ അധ്യാപകർ ഞങ്ങളുടെ കൂടെയുണ്ട്. ആ സൗഹൃദങ്ങളെ നഷ്ടമായി എന്നുള്ളത് മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ബന്ധുക്കളെയും അമ്മയെയും അച്ഛനെയും നഷ്ടപ്പെട്ട വിദ്യാർത്ഥികളെയാണ് ഇവർ കൂടെ നിർത്തിയതും പരീക്ഷാ ഹാളിലേക്ക് ആനയിച്ചതും ഉന്നത വിജയം 100% വിജയം കരസ്ഥമാക്കിയതും. എന്തായാലും നാടിനും നാട്ടുകാർക്കും എല്ലാം വരും തലമുറയിലെ അധ്യാപകർക്ക് കൂടി ഏറ്റവും അഭിമാനകരമായ അല്ലെങ്കിൽ മാതൃകാപരമായ സേവനം കാഴ്ചവെച്ചവരാണിവർ.